ഒരു ഗ്രാമത്തിലെ കോട്ടയിൽ വസിക്കുന്ന രാക്ഷസൻ 3 സിഗ്നലുകൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നൽകും. ആ ഒരു സിഗ്നല് ആപത്ത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാല് ആ രാക്ഷസന് ഭക്ഷിക്കാനായിട്ട് ആ കോട്ടയുടെ ഉള്ളിലേക്ക് ഒരു ജീവനെ അവരയക്കണം. എന്നാല് അതിനൊരു അറുതി വരുത്താൻ ശ്രമിച്ച നൂറ്റാണ്ട് മുൻപുള്ള ഒരു രാജാവിന് സംഭവിച്ചതോ. പിന്നീട് ഈ കാലഘട്ടത്തില് ഇതൊക്കെ കെട്ടുകഥയാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന നമ്മുടെ ഈ കഥയിലെ നായകൻ വീറ് കണ്ടെത്തുന്ന പല ട്വിസ്റ്റ് രഹസ്യങ്ങളും ഹൊററും മിസ്റ്ററിയും നിറച്ചുവെച്ച് കോമഡിയിലൂടെ നമ്മോട് പറഞ്ഞ ഏറ്റവും പുതിയ ഒരു അടിപൊളി തെലുങ്ക് കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥയുടെ പേര് രാക്കസ. നമ്മളിപ്പോ കണ്ടിട്ട് കുറേയധികം നാളായില്ലേ. അപ്പോൾ അതിന്റെ പിന്നില് ചില കാരണങ്ങളുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും അടിപൊളി കഥകൾ നല്ല ക്വാളിറ്റിയില് വേഗത്തിലെത്തിക്കാന് എനിക്കൊരു മോട്ടിവേഷനും സപ്പോർട്ടുമായിട്ട് ഇപ്പൊ തന്നെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആ ഒരു ഹൈപ്പും ചെയ്യുക. ഈ കഥയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണ്, ഇതുപോലുള്ള കഥകൾ കാണുന്നത് തോന്നുകയാണെങ്കിൽ നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മള് തുടങ്ങുകയല്ലേ TM ഫാമിലി. ഈ കഥ ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ഒരു ഗ്രാമത്തിന്റെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കിയ ഇരുൾ നിറഞ്ഞ ആ രാത്രി ആകാശത്ത് നിന്ന് ഒരു ഉൽക്ക ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അപ്പോഴാണ് ആ ഗ്രാമത്തിലെ ഒരു കോട്ടയുടെ അരികിൽ നിന്ന് ഭൂമിയുടെ അടിയിലെ ഒരു തൂണ് പൊന്തി വരുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ തരേണ്ട സമയമായി. എന്താ നോക്കുമ്പോ ഒരു മനുഷ്യന്റെ ജീവനാണ് ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് അവര് അയക്കുന്നത്. അതിന്റെ ഉള്ളിലൊരു രാക്ഷസനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ചടങ്ങ് ചെയ്യുന്നത്. അതിനുവേണ്ടി എങ്ങനെയാണ് ജനങ്ങളെ അവരെ തെരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാല് ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളുടെയും പേര് പേപ്പറിൽ എഴുതിയിടും. അതില് ആരുടെ പേരാണ് വരുന്നത് അയാളെ, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ കോട്ടയിലെ രാക്ഷസന് ബലിയായിട്ട് അവര് കൊടുത്തേ മതിയാവും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജാക്കന്മാരായിരുന്നില്ല ഭരിച്ചിരുന്നത്. അപ്പൊ ഓരോ രാജാക്കന്മാരും ഇതേ ചടങ്ങുകൾ തുടർച്ചയായിട്ട് ചെയ്യാണ്. കാരണം ആ നാട്ടിലെ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി. എന്നാല് 100 വർഷങ്ങൾക്ക് ശേഷം വന്ന രുദ്രപ്രതാപവർമ്മ എന്ന ഒരു രാജാവ് ആ ചടങ്ങ് ചെയ്തപ്പോ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെയാണ് ആ രാക്ഷസിന് ബലി കൊടുക്കാന് പേരായിട്ട് വന്നത്. എന്നാല് ആ രാജാവിന്റെ മനസ്സ് സമ്മതിച്ചില്ല. എങ്ങനെയെങ്കിലും ഈ ആപത്ത് ഇല്ലാതെയാക്കിയേ മതിയാവും, തടുത്തേ മതിയാവും. അപ്പോഴാണ് രാജാവിന്റെ സൈന്യരിൽ നിന്ന് ഒരു വഴി തെളിയുന്നേ. ആ കോട്ടയുടെ പിൻഭാഗത്ത് മറ്റൊരു രഹസ്യവാതിലെ അവരെ കണ്ടെത്തുകയാണ്. ആ ഒരു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാന് ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് പിൻവാതിൽ വഴി കയറിയ ആ രാജാവിന്റെ സൈന്യത്തിലെ ഓരോരുത്തരും ആരോടോ ഫൈറ്റ് ചെയ്യുന്നതിൽ കാണുന്നുണ്ട്. എന്നാലേ എല്ലാ ആളുകളും അവിടെ മരണപ്പെട്ട് വീഴാണ്. അവസാനം രുദ്ര പ്രതാപവർമ്മ എന്ന രാജാവിനെയും മൃഗീയമായിട്ട് ഇല്ലാതെയാക്കാണ്. ഇവരെയൊക്കെ ഇല്ലാതാക്കിയത് ആ കോട്ടയിലെ രാക്ഷസനാണോ എന്ന ചോദ്യത്തോടെയാണ് ഈ കഥ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ രാജാവിന്റെ മകനെ രാജഗുരു ചാവി കൊടുത്തിട്ട്, നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് നീ ആവർത്തിക്കരുത്, ആ രാക്ഷസനെ അവന് വേണ്ട ബലി നിർത്താതെ കൊടുത്തോണ്ടിരിക്കണം. അപ്പോ രാജകുമാരനും അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കഥയൊക്കെ ബസ്സിൽ വരുന്ന ജനങ്ങളോട് ഒരു സ്വാമിജി പറഞ്ഞോണ്ടിരിക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ ആ ഗ്രാമത്തിലെ കോട്ടയുടെ അരികിലേക്ക് മാത്രം നിങ്ങൾ ആരും പോവാൻ നിൽക്കരുത്. അപ്പോ പലർക്കും പേടി തോന്നുമ്പോ പേടി ഇല്ലാതാവാനേ എന്റെ അടുത്ത് പൂജിച്ച കുറച്ച് ഏലസുകളുണ്ട്, 150 രൂപ തന്നാൽ മതി. അങ്ങനെ ജനങ്ങളെ പേടിപ്പിച്ച് ഓരോരുത്തർക്കും ആ ഏലസ് വിൽക്കുകയാണ്. നമ്മുടെ സ്വാമിജിയുടെ കൂടെ ചെറുമകനുണ്ട്. അവനാണെങ്കിൽ, മുത്തശ്ശ നമുക്ക് ആരെങ്കിലും പണി തരുവോ പറഞ്ഞു തരുന്നില്ല. ബസ്സിന് മുമ്പിലേക്ക് ഏതൊരുത്തം വന്ന് നിൽക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള വീറാണ്. വീറ് ബസ് കയറിയപ്പോ തന്നെ പഠിപ്പിച്ച സാറിനെ കണ്ടപ്പോ, സാറേ ഒരു കാര്യം പറയാനുണ്ട്. സാറ് പഠിപ്പിച്ച ഒരു കാര്യം എനിക്ക് ലൈഫിൽ യൂസ് ആയിട്ടില്ലാട്ടാ, അപ്പൊ പാടൊക്കെ ഒന്ന് മാറ്റി പഠിപ്പിക്കും. അതുപോലെ ആ ബസ്സിലെ പരിചയമുള്ള പലരെയും വാരിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ സ്വാമി മുത്തശ്ശൻ ഇവനേതടാ. അപ്പോഴാണ് ഒരുത്തൻ പറയുന്നത്, അവൻ നമ്മുടെ മങ്കമ്മയുടെ ചെറുമോന് അമേരിക്കയിൽ നിന്ന് വന്നതാ. അപ്പോ നമ്മുടെ സ്വാമിജി ആണെങ്കില് കഥ ഇളകാതെ വന്നിരിക്കടാ. ആ ഇതാരാ, നമ്മുടെ ചാരുമുത്തശ്ശനല്ലേ, കൊറോണ സമയത്ത് മുത്തശ്ശൻ അടിച്ചു പോയിന്നാണല്ല ഞാൻ കേട്ടെ. അപ്പൊ അങ്ങേരാണെങ്കില് അമേരിക്കയിലുള്ള നിന്നോട് ഇതാരടാ പറഞ്ഞേ. അപ്പൊ ഹീറോ വീറിന്റെ ഫ്രണ്ട് പാലു ആണെങ്കില് കോവിഡ് സമയത്ത് ജസ്റ്റ് മിസ്സായതാ. ഇപ്പൊ നമ്മുടെ മാമനെ ബസ്സിലെ ഏലസ് ബിസിനസ്സാ. അപ്പൊ മുത്തശ്ശൻ ചാരു ആണെങ്കില് നീ ഇപ്പൊ എന്തിനാടാ കുറ്റി ഇളക്കിയിട്ട് അമേരിക്ക നിങ്ങോട്ട് പാഞ്ഞു വന്നേ. അതില്ലേ എനിക്കിഷ്ടമുള്ള ഒരു പെൺകുട്ടി ഉണ്ട് ഈ നാട്ടില്. ഈ നാട്ടിലാ? അതാരടാ? അത് എന്റെ ഹൃദയം കവർന്ന അവൾ ആരാന്നറിയോ, നമ്മുടെ സുകന്യ. അത് കേട്ടപ്പോ എല്ലാരും ഷോക്കായിട്ട്, അല്ലടാ നിനക്ക് ഇപ്പോഴും തെലുങ്ക് വായിക്കാൻ അറിയില്ലല്ലേ. ഇന്ന് അവളുടെ പറഞ്ഞു തുടങ്ങുമ്പോ ബാലുവിനോട് നീ ഒന്നും മിണ്ടണ്ട, അവള് പറഞ്ഞിട്ടുണ്ട് അവളെ കുറിച്ച് നീ ഇല്ലാത്ത പലതും എന്നോട് പറയുന്നു. അവളെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞാല് എന്റെ സ്വഭാവം മാറും. ആയിക്കോട്ടെ ഞാനൊന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് നമുക്കൊരു
കാര്യം മനസ്സിലാവുന്നത് അവൻ വന്നു കയറിയ ആ ബസ് തന്നെ സുകന്യയുടെ കല്യാണ ബസ്സാണ്. അപ്പോ ബസ് നിറങ്ങിയിട്ട് നടന്നു വരുമ്പോഴാണ് വീറിന്റെ മുത്തശ്ശിയോട് കൂട്ടുകാരി പറയുന്നത്, നിങ്ങളുടെ ചെറുമകൻ വീറല്ലേ അത്, അവനെങ്ങനെ ഇവിടെ, അവൻ അമേരിക്കയിലല്ലേ എന്ന് പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. അപ്പോഴാണ് അവനെ കാണുന്നത്. നീ എന്താണ് ഇവിടെ? അല്ല മുത്തശ്ശി എന്താ ഇവിടെ? അപ്പോഴാണ് നമ്മുടെ ചാരു മുത്തശ്ശനല്ലേ, നീ ഒന്ന് പതിയെ തിരിഞ്ഞ് ഒന്ന് മുകളിൽ നോക്കുമ്പോ അവന്റെ ലവറുടെയും പുതിയ വരനുമായിട്ട് ചേർന്നിട്ടുള്ള ഫോട്ടോ കാണുകയാണ്. നെഞ്ചൊക്കെ തരിച്ചു പോയിട്ട് നോക്കുമ്പോ സുകന്യ കൂട്ടുകാരികളോട് ഹാപ്പിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അവൻ കൂകി വിളിക്കുന്നുണ്ട്, ബേബി. അപ്പൊ അവൾ ഓടി വന്നിട്ട്, ബേബി എന്ന് വിളിക്കല്ലേ, ആരെങ്കിലും കേട്ടാല് സുകന്യ എന്ന് വിളിക്കേ, നീ എപ്പോഴും ബേബി എന്ന് വിളിക്കാനല്ല എന്നോട് പറഞ്ഞ്, ഇതെന്താ ഇന്ന് നിന്റെ കല്യാണം എന്നൊക്കെ. അപ്പൊ അവളാണെങ്കില് എന്റെ മുത്തശ്ശിയുടെ അവസ്ഥ കണ്ടോ, മരണക്കിടക്കയിൽ വെച്ച മുത്തശ്ശി പറഞ്ഞ് മുത്തശ്ശിയുടെ അവസാന ആഗ്രഹം എന്റെ കല്യാണാന്ന്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മരണക്കിടക്കലെന്ന് പറഞ്ഞ മുത്തശ്ശിയില്ലേ പാട്ടും പാടി ഡാൻസ് കളിക്കുന്ന വീറ് കാണുന്നത്. ഈ തള്ളിയാണോ ഇപ്പൊ അടിച്ചു എന്ന് പറഞ്ഞേ. അപ്പൊ അവളാണെങ്കിൽ അതല്ല, എന്റെ അച്ഛനും അമ്മയുല്ലേ എന്നെ ഫോഴ്സ് ചെയ്തതാ, ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോഴാണ് കല്യാണച്ചക്കനോട് വീറിനോട് പ്രണയിക്കുന്ന സമയത്ത് സുഗൻ എന്തൊക്കെയാണോ പറഞ്ഞേ അതുപോലെ അവനോടും തള്ളിയിട്ടുണ്ട്. അതൊക്കെ അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് വീറ് കേൾക്കാണ്. അപ്പോഴാണ് സുകന്യയുടെ അച്ഛനും ചെറിയമ്മയൊക്കെ പറയുന്നത്, അത് സുകന്യക്ക് ഡ്രസ്സും ഫോണും എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന, അവൾ അനിയത്തിയായിട്ട് കാണുന്ന, അവൾ ഏട്ടനായിട്ട് കാണുന്ന വീറല്ലേ. ആര് ഏട്ടനാ? ഞാനാ? അപ്പൊ അവളാണെങ്കില്, വീറെ നിനക്ക് സങ്കടമുണ്ടാ? നീ ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ, നമുക്ക് ഇവിടുന്ന് ഒളിച്ചോടിയാലോ? അത് പറയാനല്ല, നിനക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറുണ്ട്, അപ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അതും പറഞ്ഞ് നല്ല നൈസായിട്ട് തേച്ചിട്ട് അവളവിടുന്ന് പോവാണ്. അപ്പോഴാണ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. അവളിപ്പോഴും എന്റെ ഫേവറേറ്റ് സാമ്പാറെന്ന് ഓർത്തു വെച്ചിട്ടുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും അവളെ കെട്ടിയേ പറ്റൂ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അവ ബാലു ആണെങ്കിലേ നമ്മുടെ മുത്തശ്ശൻ ചാരിയില്ലേ, അങ്ങരുടെ ചെറുമകള് സുബ്ബു, അവള് വശിയൊക്കെ ചെയ്യടാ. ആര്? സുബ്ബുവോ? അവൾ അതിനുള്ള കഴിവൊന്നുമില്ല, നിനക്ക് സുകന്യ കേട്ടണോ വേണ്ടയോ? എന്തായാലും വിളിക്കേ. അപ്പോഴാണ് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ചാരു മുത്തശ്ശിയിലെ ഗ്രാമത്തലനോട് പറയുന്നത്, ഞാൻ കണക്ക് നോക്കിയപ്പോ ആപത്ത് എന്തായാലും സംഭവിക്കുന്ന കാണുന്നേ. അപ്പോ ഗ്രാമത്തലവനും നമ്മുടെ മുൻഗാമികൾ ചെയ്ത പോലെ എപ്പോഴാണ് ആ ഒരു ഉൽക്ക വീഴുന്നത് കാണുക, അതുപോലെ മണ്ണിന്റെ അടിയിൽ നിന്ന് ആ ഒരു തൂണ് പൊന്തുവരാന്ന് അല്ലാതെ പേടിയാവുന്നുണ്ട്. അപ്പോ ചാരു മുത്തശ്ശനാണെങ്കിൽ നമുക്കത് തടുക്കാൻ പറ്റില്ലല്ലോ, ഗ്രാമത്തിലെ എല്ലാ ആളുകളുടെ പേരും ലിസ്റ്റിൽ ചേർക്ക്, ആ കൂട്ടത്തിലെ എന്റെ പേരും ചേർത്തോ. അപ്പോഴാണ് നമ്മുടെ സുബ്ബു അങ്ങോട്ട് വരുന്നത്. അപ്പൊ ബാലു ആണെങ്കില്, നിനക്ക് സുബ്ബുവിന് ഓർമ്മയില്ലേ, ചെറുപ്പത്തില് നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതല്ലേ? അവ വേറെ ആണെങ്കിലേ അതിനെക്കുറിച്ചൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? അങ്ങനെ വന്ന കാര്യം പറയുമ്പോ, ഒരു പെണ്ണ് പോയാല് വേറെ പെണ്ണ് വരില്ലേ? എനിക്കങ്ങനെ മറക്കാനൊന്നും പറ്റില്ല. എന്നൊരു കാര്യം ചെയ്, ഓൾറെഡി ഞാൻ ചടങ്ങുകളൊക്കെ ചെയ്തു വെച്ചിട്ടില്ല, ഈ ഒരു മഷി കൊണ്ടുപോയിട്ട് അവളുടെ ഇടുപ്പിലായിട്ട് ചെറുതായിട്ടൊന്ന് തേച്ചിട്ടു. അങ്ങനെ മഷി എടുത്ത് കല്യാണ വീട്ടിൽ വന്ന് പാട്ടും ഡാൻസൊക്കെ കളിച്ചിട്ട് നൈസായിട്ട് ആ ഒരു മഷി തേക്കാന് അവളുടെ റൂമിൽ കയറാണ്. അപ്പോ ബാലു ഭയന്ന് പുറത്ത് വെക്കുമ്പോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വളരെ സന്തോഷത്തില് നമ്മുടെ വീറ് പുറത്ത് വരുന്നുണ്ട്. എന്നിട്ട് ചുവന്ന സാരിയില്ലേ, അവളെ സൂപ്പറായിരുന്നു, ഞാൻ വേഗം തന്നെ തേച്ചിട്ട് വന്നു, ഇവിടുത്തെ കല്യാണ ചെക്കനോടൊക്കെ പോവാൻ പറ. അപ്പോഴാണ് ഫ്രണ്ട് ബാലു കല്യാണ പെണ്ണിനെ കൂട്ടി കൂട്ടുകാര് വരുന്ന കാണുന്നേ. നീ പറഞ്ഞത് ചുവന്ന സാരിയാന്നല്ലേ, എന്നാൽ അവൾ ഇട്ടിട്ടത് പച്ച സാരിയാണല്ലോ. എവിടെയാ തെറ്റുപറ്റിയ നോക്കുമ്പോഴാണ് കല്യാണ പെണ്ണിന്റെ അമ്മയില്ലേ ചുവന്ന സാരി ഉടുത്ത് വരുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു മഷി ശരിക്കും വർക്കായില്ല. അങ്ങനെ മുട്ടം പണിയും വാങ്ങി സ്വന്തം കാമുകിയുടെ കല്യാണം തന്നെ നേരിട്ട് കണ്ടു നിൽക്കുകയാണ്. അവസാനം സങ്കടം സഹിക്കാൻ പറ്റാതെ രണ്ടെണ്ണം അടിച്ച് രാത്രി കിറങ്ങി നടക്കാനിറങ്ങുമ്പോ ആ ഒരു കാഴ്ച നമ്മുടെ സുബ്ബുലക്ഷ്മി കണ്ടിട്ട്, നീ എന്താ ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇതിലെ? ബാലുവിടെ കല്യാണ വീട്ടിലെ അവൻ അടിച്ച് ബോധം കെട്ട് കിടക്കുന്നുണ്ട്. ഓൾറെഡി സുകന്യ എന്നെ വിട്ടുപോയില്ലേ, ഇനിയിപ്പൊ ആരൊക്കെ എന്നെ വിട്ടുപോയാലെന്താ? അപ്പൊ അവളാണെങ്കിലേ, അവള് പോയപ്പോട്രാ നിനക്ക് അതിൽ നല്ല വേറെ കുട്ടി കിട്ടില്ലേ? നിനക്കറിയാറ്റാ, ഒരു പയ്യൻ യഥാർത്ഥമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാലേ പിന്നെ അവന് വേറൊരു പെൺകുട്ടിയും ചിന്തിക്കാനോ നോക്കാനോ തോന്നില്ല. അപ്പൊ അവളാണെങ്കിലേ നിന്റെ കഷ്ടം മനസ്സിലാക്കുന്ന, നിന്റെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്തായാലും നിന്റെ ജീവിതത്തിലേക്ക് വരും. അപ്പൊ അവനാണെങ്കില്, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? ചോദിച്ചോ. കള്ള് കുടിച്ചിട്ടുള്ളത് നീയാണോ അതോ ഞാനാണ്? ഈ ഫിലോസഫിയൊക്കെ ഇപ്പൊ എന്തിനൂടെ ഇറക്കുന്നത്? അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ ചാരു വരുന്നത്. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ. അങ്ങനെ ചെറുമകള് സുബ്ബലക്ഷ്മിയോട് ബൈക്കിൽ കയറാൻ പറഞ്ഞ് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവള് പറയുന്നത്, വീരു നീ വഴി പോകുമ്പോ ഇടതു ഭാഗത്തേക്ക് പോരുതേ, വലതു ഭാഗത്തേക്ക് പോകാൻ പാടൂ, നീ പോടി, എനിക്ക് നാട്ടിലെ വഴിയൊക്കെ അറിയാമെന്ന് പറഞ്ഞ് അവൻ ഇടതു ഭാഗത്തേക്ക് തിരിയാണ്. അപ്പോഴാണ് ഏതൊരു രൂപത്തെ കണ്ട് അവൻ ചെറുതായി പേടിക്കുന്നത്. അങ്ങനെ കുറച്ച് മുമ്പിലെത്തിയപ്പോഴാണ് ആകാശത്ത് നിന്ന് ആ ഒരു ഉൽക്ക വീഴുന്നത് അവൻ നേരിട്ട് കാണുന്നത്. ഈ നട്ടപ്പാരാത്രി ആരാടാ ലേറ്റ് ഔട്ട് ആകാശത്തൂടെ, ഇനി അമേരിക്ക കാണാം, എന്നാ പിന്നെ എന്നെ കൂട്ടിട്ട് പോടാ. അപ്പോഴാണ് നമ്മുടെ ഗ്രാമത്തലവന്റെ വീടിന്റെ ഉള്ളില് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഭയന്ന് ഒരു പഴയ പെട്ടി തുറക്കുമ്പോ അതിന്റെ ഉള്ളില് തീ കാണുകയാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഗ്രാമത്തലവൻ രാജപരമ്പരയിലെ പിന്മുറക്കാരനാണ്. അപ്പോ ആ ഒരു ചാവിയുടെ അവകാശിയും അടുത്തതായിട്ട് ആ കോട്ടയിലേക്ക് ബലിക്കായിട്ട് ഒരാൾ അയക്കേണ്ടതും ഇങ്ങേര് തന്നെയാണ്. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഗ്രാമത്തിന് വലിയ ആപത്ത് വരുന്ന തന്റെ മുത്തശ്ശൻ തന്നോട് പറഞ്ഞത് ഗ്രാമത്തലവൻ നേരിട്ട് കാണുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോ അടിച്ച് കിറങ്ങിയിട്ടില്ലേ. അപ്പോ ആ കോട്ടയിൽ വെച്ച് എന്തോ ഒന്ന് ഹീറോയുടെ നേരേക്ക് വരുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോ പോലീസും ജനങ്ങളുമില്ലേ എന്തോ ഭയന്ന് ആ കോട്ടയുടെ ഭാഗത്തേക്ക് ഓടി വരികയാണ്. അപ്പോഴാണ് ഒരു മുൾച്ചെടിയിലെ ആരുടെയോ വസ്ത്രത്തിന്റെ
പീസ് കാണുന്നേ. അപ്പോ ജനങ്ങള് അവിടെ തടിച്ചു കൂടുമ്പോ പെട്ടെന്ന് ഒരുത്തൻ ഉറക്കത്തുനിന്ന് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. നോക്കുമ്പോ നമ്മുടെ ഹീറോ വീറ് തന്നെയാണ് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട്. അല്ല പോലീസുകാരും ജനങ്ങളൊക്കെ രാവിലെ തന്നെ എന്തെങ്ങോട്ട്? അപ്പോ ഇൻസ്പെക്ടർ ആണെങ്കില് മര്യാദക്ക് വന്ന് വണ്ടി കയറടാ. ആയിക്കോട്ടെ സാറേ, വീടിന്റെ കയ്യിലായിരിക്കും പോകുന്നല്ലേ, അപ്പോ എന്നെ എന്റെ വീട്ടിൽ ഇറക്കിയാൽ മതി. ആടാ ഇപ്പൊ ഞാൻ നിന്നെ കൊണ്ട് ഇറക്കി തരാം. അപ്പോഴാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഒരാള് പറയുന്നേ, സാറേ അത് നമ്മുടെ സോമുവിന്റെ ഡ്രസ്സാ, അവന്റെ ഭാര്യയും ഇതേ ഡ്രസ്സിലാ, അവൻ പുറത്തു പോയെന്നാ പറഞ്ഞ്. അപ്പൊ ഹീറോ ആണെങ്കിൽ അതിനെന്താ, അവന്റെ ഡ്രസ്സാണെങ്കിൽ ആ ഡ്രസ്സ് അവന് കൊടുത്തേക്ക്, പ്രശ്നങ്ങൾ തീരട്ടെ. അപ്പൊ ഇൻസ്പെക്ടർ, സോമു അവനെ നീയലടാ കുന്നുകളഞ്ഞ്, സ്റ്റേഷനിലേക്ക് നടക്കടാ. അപ്പോഴാണ് ജനങ്ങൾ പറയുന്നത്, അല്ല സാറേ ഈ നാട്ടിലൊരു നിയമമുള്ളത് സാറിന് അറിയില്ലേ, ഇവിടെ എന്ത് തെറ്റ് നടന്നു കഴിഞ്ഞാലും ഗ്രാമത്തിലെ പഞ്ചായത്തിൽ വെച്ചിട്ടല്ലേ അതിന് തീരുമാനമെടുക്കുക. അങ്ങനെ ഉടനെ തന്നെ പഞ്ചായത്ത് വിളിച്ചു കൂട്ടാണ്. അപ്പൊ പോലീസുകാരനും മരണപ്പെട്ട സോമുവിന്റെ ഡ്രസ്സ് ആ കോട്ടയുടെ അരികില് ഇവൻ കിടക്കുമ്പോഴാണ് നമ്മൾ കണ്ടെത്തിയത്. ഇവന്റെ അടുത്ത് ആ ഡ്രസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെയാ ആ സോമുവിനെ ഇല്ലാതാക്കി. അപ്പൊ നമ്മുടെ വീറാണെങ്കിൽ, എനിക്ക് നിങ്ങൾ ഈ പറയുന്ന സോമു ആരാന്ന് പോലും അറിയില്ല. അപ്പോഴാണ് സോമുവിന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ട്, ഇവൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് അതെന്റെ ഭർത്താവിന്റെതാ, അങ്ങേരുടെ ഡ്രസ്സ് ഞാൻ പോലും ഇട്ടിട്ടില്ല. നീ അങ്ങേരെ എവിടെയാടാ കൊന്നു കുഴിച്ചു മൂടിയെ? അമേരിക്കന്ന് അങ്ങേരെ ഇല്ലാതാക്കാനാണോ നീ പ്ലാൻ ചെയ്ത് വന്നേ? അപ്പോഴാണ് വീറിന്റെ ഫ്രണ്ട് ബാലു പറയുന്നേ, ആ കള്ളനായ സോമുവിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയൊക്കെ വാദിക്കുന്നേ? അവന്റെ കയ്യിലിരിപ്പുണ്ട്, വേറെ ആരെങ്കിലും ആയിരിക്കും അവന് പണി കൊടുത്ത്. അപ്പോ നമ്മുടെ ഹീറോയിൻ സുബ്ബു ഇല്ലേ, അവള് പറയുന്നുണ്ട്, അല്ല ഇന്നലെയല്ലേ വീർ ഇവിടെ വന്നേ, ഈ പറഞ്ഞ സോമുവിനെ കാണാതായിട്ട് 2-3 ദിവസം കഴിഞ്ഞില്ലേ, അപ്പോ വീറിന് എങ്ങനെയാ സോമുവിനെ കൊല്ലാൻ പറ്റുക? അപ്പോ സോമുവിന്റെ ഭാര്യ, ഇവരുടെ പേര് ശാന്തി എന്നാണ്, ശാന്തി ആണെങ്കിൽ അതൊന്നും എനിക്ക് അറിയില്ല, എനിക്ക് മാസത്തേക്ക് $35,000 മാത്രം തന്നാ മതി. $35,000? അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗ്രാമത്തലവൻ വരുന്നത്. അല്ല എന്താ ഇവിടെ പ്രശ്നം? ഈ വീറെന്ന് ഇവനില്ലേ കഴിഞ്ഞ ദിവസം ആ കോട്ടയുടെ അരികിലേക്ക് പോയിട്ടുണ്ട്. അത് കേട്ടപ്പോ ഗ്രാമത്തലവൻ ഷോക്കായി പോവാണ്. ആരും അങ്ങോട്ട് പോവാൻ പാടില്ലാന്ന് നിയമമുള്ളതല്ലേ, ഇവൻ ചെയ്ത തെറ്റിനെ ശിക്ഷ കൊടുക്കുക. അങ്ങനെ ആ ഗ്രാമത്തിലെ ആരും നമ്മുടെ ഹീറോയോട് മിണ്ടാനോ അവനെ സഹായിക്കാനോ പാടില്ലാന്ന് ശിക്ഷ വിധിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലും അലക്കലും എല്ലാ പണിയും നമ്മുടെ ഹീറോ ഒറ്റക്കെടുക്കുമ്പോ അടുത്ത പണിയും വരികയാണ്. സോമുവിനെ കിട്ടുന്നവരെ ഭാര്യ ശാന്തിക്ക് ദിവസവും 250 രൂപ ചെലവിന് കൊടുത്തോണ്ടിരിക്കണം. അതുപോലെ 30 ചാട്ടവാറിന്റെ അടിയും കൊടുക്കുന്നുണ്ട്. ഏത് സമയത്താണോ നാട്ടിലേക്ക് വരാൻ തോന്നുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ശാന്തിയില്ലേ പകല് അടിച്ചു കിറങ്ങിയിട്ട് എന്റെ പൈസ കൊണ്ടടാ, അങ്ങനെ പച്ചസരിയും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ പാസ്പോർട്ടും ഗ്രാമത്തിലെ ജനങ്ങള് പിടിച്ചു വെക്കുകയാണ്. നമ്മുടെ വീറിന്റെ മുത്തശ്ശി മങ്കമ്മയാണെങ്കിൽ എന്നോട് പോലൊരു വാക്ക് പറയാതല്ലേ ഇങ്ങോട്ട് കുറ്റിയും പൊളിച്ചു വന്നേ, അപ്പോ വരുത്തി വെച്ചതിന് നീ തന്നെ അനുഭവിച്ചോ. അതേ സമയത്ത് ഗ്രാമത്തലവനില്ലേ ആ വീറ്, അവൻ ആ കോട്ടയുടെ അരികിൽ പോയില്ലേ, അവിടെ നിന്ന് ആരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല. ഈ ഗ്രാമത്തിന് എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സ് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സുബ്ബു ഇല്ലേ ഗ്രാമത്തിലേക്ക് അന്വേഷിച്ചിട്ട് സോമു കാണാതാവുന്നതിന് മുൻപ് ഒരു മുത്തശ്ശനായിരുന്നു അവസാനം അവനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോ അങ്ങനോട് കാര്യം ചോദിക്കുമ്പോ, ഒരു ചെറുത് വാങ്ങിത്തന്നാ ഞാൻ എല്ലാം പറയാം. അവസാനം കുപ്പി വാങ്ങിയിട്ട് 2 എണ്ണം അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ശരിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അയാള് കൈ കഴുകുകയാണ്. അതായത് കുപ്പിക്ക് വേണ്ടിയിട്ട് നടത്തിയ ഡ്രാമ മാത്രമായിരുന്നു അത്. അങ്ങനെ അടുത്ത ദിവസമായപ്പോ ഗ്രാമത്തലവന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നിട്ട് എന്തോ പേടിപ്പെടുത്തുന്ന ഒരു രഹസ്യം പറയാണ്. അപ്പൊ എല്ലാരും അയാൾ പറഞ്ഞ ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോ അവിടെ കഴിഞ്ഞ രാത്രി കുറേയധികം മൃഗങ്ങളില്ലേ ചത്ത്, അതിന്റെയൊക്കെ മാംസം എന്തോ കഴിച്ചു പോയിട്ട് എല്ലും കൂടും മാത്രമായിട്ടുണ്ട്. അപ്പോ ഗ്രാമത്തലവന് ഒരു കാര്യം ഉറപ്പായി, അതായത് ആ കോട്ടയിലേക്ക് രാക്ഷസനെ ബലിക്കാട്ടൊരാൾ അയക്കേണ്ട 3 ലക്ഷണങ്ങളുണ്ട്. അതിലെ ആദ്യത്തേത് നമ്മുടെ ഹീറോയുടെ മുൻപിലൂടെ ഒരു ഉൽക്ക വന്ന് വീണില്ലേ, അത് സംഭവിച്ചു കഴിഞ്ഞു. ഗ്രാമത്തലവനത് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തത് ഇപ്പോ മൃഗങ്ങള് ചത്ത് മലച്ചു കിടക്കുകയാണ്. ഇനി മൂന്നാമത്തെ ആ ഒരു ലക്ഷണം, കോട്ടയുടെ അരികിലെ ആ ഒരു തൂണ് പൊന്തുന്നതിന് മുൻപ് ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പേരിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുത്ത് കോട്ടയിലേക്ക് അയച്ചേ മതിയാവും. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഒറ്റപ്പെട്ടു പോയില്ലേ, നാട് വിട്ടു പോകാനും പറ്റില്ല, പാസ്പോർട്ട് പിടിച്ചു വെച്ചു, പ്രണയിച്ചിരുന്ന ലവറും പോയില്ലേ, ഇപ്പോ ഒരുത്തന്റെ കൊലക്കേസ് തലയിലുമായി. അപ്പൊ അങ്ങോട്ട് വന്ന് സുബ്ബു, വെറുതെ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നിന്റെ കൈ നോക്കട്ടെ, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ വേറാണെങ്കിൽ സുകന്യ എന്നെ ചീറ്റ് ചെയ്ത ശേഷം ഒരു പെണ്ണിനെയും എനിക്ക് വിശ്വാസമില്ല, എല്ലാ പെണ്ണും ഒരുപോലെയല്ല, കൈ കാണിക്കേ, എന്നിട്ട് കൈ നോക്കിയിട്ട് നിന്റെ കയ്യിലുള്ള ലവിന്റെ ലൈന് നല്ല സ്ട്രോങ് ആണല്ലോ. അതായത് സുബ്ബു അവൾക്ക് വീറിനോടുള്ള ഇഷ്ടം ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. എന്നാൽ ആ പൊട്ടന് മനസ്സിലാവണ്ടേ, ലവ് ലൈന് സ്ട്രോങ് ആയിട്ടാണല്ലോ അവളെന്നെ വിട്ടുപോയെ. എന്നാലും സുബ്ബു, നിന്റെ എല്ലാ പ്രശ്നവും സോൾവ് ആയിട്ട് സോമുവിന്റെ കേസിൽ നിന്നും നീ രക്ഷപ്പെട്ട് സമാധാനമുള്ള ഒരു ലൈഫ് നിനക്ക് കിട്ടും. പിന്നെ ഈ നാട്ടില് നിനക്ക് ബാലുവും അതുപോലെ ഞാനൊക്കെ ഇല്ലേ, അപ്പോ അവനാണെങ്കിലേ അതാണ് ഇപ്പൊ ആകെയുള്ളൊരു സമാധാനം എനിക്ക് എന്റെ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോ സുബ്ബു ആണെങ്കിലേ അവളുടെ പ്രണയം പറഞ്ഞില്ലേ, അപ്പോ അവനത് മനസ്സിലായെന്ന് കരുതിട്ട് അവൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അപ്പോ അവന്റെ പിന്നാലെ സന്തോഷത്തില് ചിരിച്ചുകൊണ്ട് അവളും പോവാണ്. അപ്പോ അവളുടെ പെരുമാറ്റത്തിലും മുഖത്തുള്ള മാറ്റമൊക്കെ
നമ്മുടെ ബാലു നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നൈറ്റ് രണ്ടാളും നടക്കാൻ ഇറങ്ങിയപ്പോ ബാലു, നീ കുറച്ചു ദിവസമായിട്ട് സുബുവിനെ ശ്രദ്ധിച്ചോ? അവൾക്ക് നിന്നോട് പ്രണയം തോന്നുന്നുണ്ട്. അപ്പൊ വീറാണെങ്കിൽ, അല്ല ഞാനിപ്പോ ലവ് ബ്രേക്ക് ആയിട്ട് ഡിപ്രഷനിലല്ലേ, പെട്ടെന്ന് അടുത്ത പ്രണയം ശരിയാവോ? അതെന്താ നിനക്ക് അവളെ ഇഷ്ടമായിട്ടില്ല? അവള് കുറച്ചു ഉണ്ടായിട്ട് നല്ല ക്യൂട്ട് തന്നെയാ, ഇഷ്ടക്കുറവൊന്നുമില്ല. അങ്ങനെ രാത്രി സുബുവിനെ ഓർത്ത് വളരെ ഹാപ്പി ആയിട്ട് അവൻ കിടന്നുറങ്ങാണ്. എന്നാല് അപ്പോഴാണ് ആ കോട്ടയിലെ മൂന്നാമത്തെ ആ ഒരു സൈനിലെ ഭൂമി പിളർന്നുകൊണ്ട് തൂണ് പുറത്തേക്ക് വരിക. അതും ആ ജനങ്ങളെ കാണുകയാണ്. അപ്പോ മുത്തശ്ശൻ ചാരിയും പറയുന്നുണ്ട്, ഇനി നമുക്കധികം സമയമില്ല. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ആ ഗ്രാമത്തിലെ രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന പ്രായമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ആപത്തിനെ കുറിച്ച് അറിയൂ. അപ്പോ മറ്റുള്ള ജനങ്ങൾക്ക് എന്താണ് ശരിക്ക് ആ നാട്ടിൽ സംഭവിക്കുന്നത് ആ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഈ നാട്ടിലെ ഒരു വലിയ മഹാവിപത്തുണ്ടായി. അപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാന് രാജാവ് എന്തൊക്കെ വഴി സ്വീകരിച്ചിട്ടും രക്ഷ കിട്ടിയില്ല. അവസാനം അന്നത്തെ മഹാരാജാവ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുളിന്റെ ശക്തിയായ ഒരു മഹാരാക്ഷസനെയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്. അപ്പോ തന്റെ ആപത്തിൽ നിന്ന് സഹായം ചോദിച്ചപ്പോ അതിന് ആ രാക്ഷസൻ ഒരു നിബന്ധന വെച്ചു. ഈ ഗ്രാമത്തിലെ ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് ഇടയ്ക്കിടക്ക് ഓരോ ജീവൻ ബലിയായിട്ട് തരണം. ആ രാജാവിന് വേറെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് കാലങ്ങളായിട്ട് ആ ഒരു ചടങ്ങ് തുടർന്നുകൊണ്ടിരുന്നു. ആ രാക്ഷസന് വിശക്കുന്ന സമയത്ത് 3 സിഗ്നല് അതയക്കും. അതിനുശേഷം ഈ ഗ്രാമത്തിൽ നിന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. അപ്പോ അതിനെ പ്രീതിപ്പെടുത്തി ഒരു ചടങ്ങ് നടത്തി അതിന് ബലി കൊടുത്തിട്ടില്ലെങ്കിൽ ആ കോട്ട തകർത്ത് ആ രാക്ഷസൻ പുറത്തു വരും. പിന്നീട് ആ ഗ്രാമത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പോ അത് തടുക്കാനാണ് ഈ ഒരു ബലി തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ നമ്മുടെ ചാരി മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മുടെ ഗ്രാമത്തിന്റെ ഈ ശാപത്തിൽ നിന്ന് രക്ഷ നേടാന് ബലി കൊടുക്കേണ്ട സമയമായി. എന്നാല് ആ ഗ്രാമത്തിലെ പല ജനങ്ങളും ഞങ്ങളുടെ ജീവൻ ആർക്കും ബലി തരാൻ പറ്റില്ലാന്ന് അതിന് വിസമ്മതിക്കുകയാണ്. എന്നാല് ചില ആളുകൾ എന്തായാലും നോക്കാന്ന് ആ കോട്ടയുടെ അരിയിലേക്ക് പോകുമ്പോൾ അവരുടെ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ എഴുന്നേക്കാണ്. അങ്ങനെ അവരോട് എന്താ ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ ബലിയുടെ കാര്യം പറയുമ്പോൾ, ഈ കാലഘട്ടത്തിലും ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാല് നമ്മുടെ ഹീറോ പറയുന്നതിന് ആരും ചെവി കൊടുക്കാതെ അവസാനം ഗ്രാമത്തലവനും മുത്തശ്ശൻ ചാരിയും കൂടി ചേർന്നിട്ട് ആ ഒരു ചടങ്ങ് ആരംഭിക്കാൻ പോവാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു രാക്ഷസനില്ലേ ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ ബലി സ്വീകരിച്ചതാ. അപ്പോ ഇവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ആ ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിലെയും ഓരോ ആളുകളുടെ പേര് വെച്ചിട്ട് ചീട്ടില് എഴുതിയിടുകയാണ്. ആ കൂട്ടത്തില് നമ്മുടെ ഹീറോയുടെയും ഫ്രണ്ട് ബാലുവിന്റെയും പേരും ചേർക്കുന്നുണ്ട്. അങ്ങനെ അവസാനമല്ലേ അവര് ആ ഒരു ചീട്ടിൽ നിന്ന് ഒരാളുടെ പേരെടുക്കാണ്. ആ പേര് കണ്ടപ്പോ നമ്മുടെ മുത്തശ്ശൻ ചാരു അങ്ങനെ വല്ലാതെ ഭയന്ന് വിറച്ചു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ബാലുല്ലേ അവനോട് ഹീറോയുടെ അടുത്ത് പോകുന്നത്. അപ്പൊ ഹീറോ, ഓ അവര് പേരെടുത്തൂലേ, എന്റെ പേരിൽ വന്നിട്ടുണ്ടാവുക, എനിക്കറിയാടാ, ഈ നാട്ടുകാരെ ഇവിടെ വന്നപ്പോ മുതലേ എന്നെ കൊല്ലാനുള്ള പ്ലാനാ. അപ്പൊ ബാലു ആണെങ്കിൽ എന്റെ പേരല്ലടാ, നമ്മുടെ മുത്തശ്ശൻ ഗംഗയാ. അതായത് ഒരു ബോട്ടിലിന് വേണ്ടിയിട്ട് നമ്മുടെ വീറൊരുത്തനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിരുന്നില്ലേ, അവനെ കണ്ടു എന്ന് പറഞ്ഞ അങ്ങേര് തന്നെ. അപ്പോ വീറാണെങ്കിലേ 80 വയസ്സുള്ള ആ മുത്തശ്ശനോ കോട്ടയിലേക്ക് പോണെന്ന് അങ്ങേര് അറിഞ്ഞാൽ തന്നെ ചിലപ്പോ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകും. അല്ല, ഇവർക്ക് ഗംഗ മുത്തശ്ശനെ കിട്ടിയാലല്ലേ ഇവര് ആ ചടങ്ങ് നടത്തൂ. എന്നാല് എനിക്കൊന്നും കാണണല്ല. അങ്ങനെ നമ്മുടെ വീറില്ലേ നേരെ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട്, മുത്തശ്ശ ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തിയാലോ, അതുമല്ല ഒരു കുപ്പി വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്ക് പോയാലോ? അപ്പൊ അങ്ങേര് എന്താ? അങ്ങനെ അങ്ങേര് അവിടെ നിന്ന് തൂക്കിയിട്ട് വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ ജനങ്ങള് കൈയോട് പിടിക്കുകയാണ്. എന്നിട്ട് അവര് ആ ഒരു പൂജ നടത്തി ആ കോട്ടയുടെ ഉള്ളിലേക്ക് അങ്ങേര് അയക്കാൻ നോക്കുന്നുണ്ട്. എന്നാല് നമ്മുടെ ഗംഗ മുത്തശ്ശനില്ലേ അങ്ങേര് കരുതുന്നത് ഇന്ന് അങ്ങേരുടെ കല്യാണം എന്നല്ലേ, ബലിക്കായിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന് അറിയുന്നില്ലല്ലോ. അങ്ങേര് ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുകയാണ്. എന്നാല് ആ കാഴ്ച കാണുമ്പോ നമ്മുടെ വീറിനെ സഹിക്കാൻ പറ്റുന്നില്ല. ആ ചടങ്ങിന്റെ ഇടയിലെ എങ്ങനെയെങ്കിലും അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അങ്ങേരാണെങ്കിലേ വാശി പിടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് അങ്ങേര് മരണപ്പെട്ടു പോകുന്നത്. അപ്പൊ അങ്ങോട്ട് അടിച്ച് കിറങ്ങി വന്ന ശാന്തി പറയുന്നുണ്ട്, എന്റെ കെട്ടുവനെ മാത്രമല്ല ഇങ്ങേരും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊന്നുകളഞ്ഞല്ലേ. അപ്പോ ജനങ്ങളും പറയുന്നുണ്ട്, തുടക്കം മുതലേ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് നേരത്തെ ഉറപ്പായിരുന്നു, അതുകൊണ്ട് നമ്മൾ വേറൊരു പേര് കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആ പേര് വായിക്കുന്നത്, കന്നിയപ്പൻ ബാലരാജു. അപ്പൊ ഹീറോ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഹീറോയുടെ ഫ്രണ്ട് ബാലുവിന്റെ പേരാണ്. അപ്പോ പേടിച്ച ബാലു ആണെങ്കില് വീറിനോട്, എടാ എന്നെ കൊല്ലാൻ വിടലടാ. അപ്പോ വീറാണെങ്കില് ഇവിടെ ആരും എങ്ങോട്ടും പോകുന്നില്ല, കോട്ടന്റെ ഉള്ളില് ആരുണ്ടെന്ന് ഈ കാലത്തിലും ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ഉള്ളെന്ന് വിളിക്കുമ്പോ അങ്ങ് ചെല്ലാന് ബാലു ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ പറയുന്നല്ലേ ആ വിളക്കം കിടത്തിയിട്ട് ഉള്ളിലേക്ക് പോവില്ല. അപ്പോഴാണ് ദുശകനം പോലെ കാറ്റ് വീശുന്നത്. അപ്പോ ഗ്രാമത്തലവൻ ഇനി സമയം വൈകിപ്പിക്കാൻ പാടില്ല. അപ്പോ വീറാണെങ്കില് ഒരു കാര്യം ചെയ്യാം, ബാലുവിന് പകരമായിട്ട് ഞാൻ ആ കോട്ടയുടെ ഉള്ളിലേക്ക് പോയിക്കോളാം, രാക്ഷസനെ എനിക്കൊന്ന് നേരിട്ട് കാണുകയും ചെയ്യാല. അങ്ങനെ അവനില്ലേ ആ ഒരു വിളക്ക് കൈകൊണ്ട് കെടുത്താണ്. അപ്പൊ പേടിച്ച ബാലു, നീ എന്തിനാടാ അത് കെടുത്തിയേ? നീ പേടിക്കണ്ട, ഉള്ളിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തീർന്നില്ല. ആ കോട്ടയുടെ ഉള്ളിൽ നിന്ന് രാക്ഷസന്റെ അലർച്ച കേൾക്കാണ്. അപ്പൊ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിനക്ക് വിശ്വാസമായടാ, ഇനി നീ തന്നെ വേണം ആ കോട്ടയുടെ ഉള്ളിലേക്ക് പോകാൻ. ആ രാക്ഷസന്റെ അലർച്ച ശബ്ദം കേട്ടപ്പോ പണി പാളിയെന്ന് ഉറപ്പായിട്ട് ഹീറോയുടെ മുട്ടിടിക്കുകയാണ്. എന്നാല് അപ്പോഴാണ് വീട്ടിലെ നമ്മുടെ സുബുവിനെ ആരോ പൂട്ടിയിട്ടായിരുന്നു. അവള് അടുത്തതായിട്ട് നമ്മുടെ വീരുവിനെയാണ് കോട്ടയുടെ ഉള്ളിലേക്ക് അയക്കാൻ പോകുന്നതെന്ന് അറിയുന്നേ. അപ്പൊ അവള് പാഞ്ഞടിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ കോട്ടയിലേക്ക് അയക്കുന്നതിന് മുൻപ് അവന്റെ ശരീരത്തിലെ മൃഗങ്ങളുടെ രക്തം തേക്കാണ്. അതായത് ആ രാക്ഷസന് രക്തം മണം കിട്ടണല്ല. അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കില് അറിയാതെ വായന്ന് വീണു
വീണുപോയതാ, ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ? അവ മുത്തശ്ശിയും പറയുന്നുണ്ട്, അമേരിക്കയിൽ മര്യാദയ്ക്ക് ഇരുന്നാ പോരായിരുന്നാ, അതുമല്ലാണ്ട് വായ അടക്കി വെക്കാണ്ട് പെരുന്ന് വാങ്ങിക്കോ മോനെ. അപ്പോഴാണ് ഓടി വന്ന സുബ്ബുവില്ലേ വീരുവിനെ വെറുതെ വിടച്ചാന്ന് പറയുന്നത്. എന്നാല് അങ്ങേര് കേൾക്കുവോ? അവളെയും പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അതേ സമയത്ത് ജനങ്ങളില്ലേ നമ്മുടെ വീരുവിനെ ആ കോട്ടയിലാക്കിയിട്ട് വാതിലടയ്ക്കുകയും ചെയ്യാണ്. ഉള്ളിലെത്തിയപ്പോ ഇരുട്ട് കണ്ട് പേടി തോന്നുന്നുണ്ടെങ്കിലും തന്നോട് തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല, ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വട്ടാണ്. അങ്ങനെ സ്വന്തം ധൈര്യം കൊടുത്ത് പതിയെ പതിയെ ആ ഇരുട്ടിലൂടെ മുന്നോട്ട് പോവാണ്. എന്നാല് ഏത് വഴിക്കാ പോകേണ്ടതെന്നറിയാതെ ഒന്ന് കാലിലെ ഷൂസിന്റെ ലേസ് കെട്ടാനിരിക്കുമ്പോ തലയുടെ പിന്നിൽ നിന്ന് ഒരു ആയുധം പാഞ്ഞു വരികയാണ്. അതായത് ഓൾറെഡി ആ കോട്ടയില് ട്രാപ്പ് സെറ്റ് ചെയ്തതാണോ, ഇനി ആരെങ്കിലും അവനെ ലക്ഷ്യം വെക്കുന്നതാണെന്ന് അറിയുന്നില്ല. തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാല് പതി എഴുന്നേൽക്കുമ്പോഴാണ് ഒരു മുള്ളുകൊണ്ടുണ്ടാക്കിയ കല്ലില്ലേ ഹീറോയെ കൊല്ലാന് പാഞ്ഞു വരുന്നത്. അപ്പോ ജസ്റ്റ് ശരീരത്തിൽ തട്ടി തോന്നുമ്പോ പെട്ടെന്നൊരു ഗുഹയുടെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. ഹാവു രക്ഷപ്പെട്ടെന്ന് കരുതുമ്പോ ചുറ്റിലും നിന്ന് ഷാർപ്പായിട്ടുള്ള കോടാലി പോലെ കുന്തം പോലെ കുറേയധികം ആയുധങ്ങള് അവന്റെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ അവൻ വഴുതി മാറി രക്ഷപ്പെടുകയാണ്. അങ്ങനെ പേടിച്ച് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാല് ഞാനിവിടുന്ന് പുറത്തു പോട്ടാ, ഇനി ആരും വരുന്നില്ലല്ലോ. അങ്ങനെ പതിയെ കോട്ടയുടെ ഉൾഭാഗത്ത് എത്തിയിട്ട്, സാറേ രാക്ഷസൻ സാറേ, എന്റെ പേര് വീരുന്നാ, ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതാ, ഈ നാടുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അറിയാതെ ഇങ്ങോട്ട് വന്നു പോയതാ. ശരിക്കും ഈ ഒരു ലിസ്റ്റില് എന്റെ ഫ്രണ്ട് ബാലുവിന്റെ പേരാ വന്നേ. ഒരു 10 മിനിറ്റ് എനിക്ക് തന്നാല് ഞാൻ പുറത്തു പോയിട്ട് അവൻ ഉള്ളിലേക്ക് വിട്ടേക്കാം. അവനെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഈ ഡീൽ ഓക്കെയാണ്. എന്നാൽ അപ്പോഴാണ് ദൂരെ നിന്ന് ആരോ വീറിനെ നോക്കുന്ന പോലെ കാണുന്നേ. അയ്യോ രാക്ഷസനാണ്. പേടിച്ചോടെ നോക്കുമ്പോ ഓപ്പോസിറ്റ് വേറെത്ത് വന്ന് നിൽക്കാണ്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് പറിക്കുന്നുണ്ട്. നിങ്ങളാരാ? ഞാന് ഒരു ഓഫീസറാ, എന്റെ പേര് വാസുന്നാ. ഏത് ഓഫീസർ? എന്റെ സ്വന്തം ഓഫീസർ. അതായത് ഞാൻ വിദേശത്തിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ തള്ളിളക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഹീറോ കൊന്നുകളിഞ്ഞെന്ന് പറഞ്ഞ സോമുവിന്റെ ഡ്രസ്സ് എന്ന് ഭാര്യ പറഞ്ഞില്ലേ, അതേ ഡ്രസ്സ് തന്നെയാണ് ഇയാൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഹീറോ നിന്റെ തള്ളു നിർത്തറ കള്ള സോമു. അപ്പൊ അവനാണെങ്കിൽ പേടിച്ചിട്ട്, അല്ല നിങ്ങളാരാ, വല്ല ബാങ്കുകാരനാണോ? നിന്റെ പെണ്ണുങ്ങളില്ലേ ദിവസവും എന്റെ കൊങ്ങൊക്കെ പിടിച്ച് 250 രൂപ വാങ്ങിയിട്ട് ക്വാർട്ടർ അടിച്ച് നടക്കുക ചെയ്യുന്നത്. മര്യാദക്ക് പറടാ, നിന്റെ ഭാര്യയുടെയും നിന്റെയും പ്ലാൻ എന്താ? അപ്പൊ സോമു ആണെങ്കിൽ ഒരു പ്ലാനും ഇല്ല, എന്റെ ഭാര്യയില്ലേ അവളാണ് ആ ഒരു രാത്രി എന്നെ കൂട്ടിക്കൊണ്ടു വന്നേ. അങ്ങനെ പിടിച്ചു വലിച്ചു വരുമ്പോ ആ ഒരു മരക്കൊമ്പിൽ തട്ടിട്ടാണ് ഷർട്ട് കീറിയ. എന്നിട്ട് കോട്ടയുടെ മുമ്പിൽ എത്തിച്ചിട്ട് ഒന്നും പറയണ്ട, കോട്ടന്റെ ഉള്ളിൽ പോ. അപ്പൊ സോമു ആണെങ്കിൽ ഈ ജനങ്ങൾ പറയുന്ന കേൾക്കാറില്ലേ, ഇതിന്റെ ഉള്ളിൽ പോയ ജീവൻ ഉണ്ടാവില്ലേ, ഈ നാട്ടുകാരെ മൊത്തം കള്ളന്മാരാ, ഈ കോട്ടയുടെ ഉള്ളില് സ്വർണത്തിന്റെ തീയുണ്ട്, അപ്പൊ അത് ആർക്കും കിട്ടാതിരിക്കാന് ഒളിപ്പിച്ചു വെക്കാനാ അവർ ഈ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. ഞാന് നമ്മുടെ സാമിയില്ലേ ചാരി, അങ്ങരുടെ വീട്ടിൽ ജോലിക്ക് പോയപ്പോ അവിടെ വെച്ച് എനിക്കൊരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറാനുള്ള മറ്റൊരു വഴിയാണത്. കുറേയധികം കടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. കഴിഞ്ഞ രാത്രി ഞാനും അമ്മയും കൂടി സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഈ ചെരുപ്പ് വെച്ച് ഒന്ന് തന്നില്ലേ, അതുപോലെ അടുത്തതും വേണം. അപ്പൊ സോമാണെങ്കിൽ വേണ്ട. അങ്ങനെയാ ബ്രോ ഞാൻ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് വരുന്നത്. ഉള്ളിൽ കയറിയപ്പോ എന്തൊക്കെയോ ശബ്ദം ആദ്യം ഞാൻ കേട്ടു. അങ്ങനെ പേടിച്ച് പുറത്തേക്ക് പോകാൻ നോക്കിയപ്പോ ഒരു ഇൻവിസിബിൾ വാതിൽ കൊണ്ട് മറച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായേ, ഈ കോട്ടയുടെ ഉള്ളിലേക്ക് ഒരിക്കൽ കയറി കഴിഞ്ഞാല് പിന്നീട് പുറത്തു പോകാനേ പറ്റില്ല. അപ്പൊ വീറാണെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടാ? കഴിഞ്ഞ 10-12 ദിവസമായി ഞാൻ നോക്കുന്നുണ്ട്, ഒരു വഴിയും കിട്ടില്ല എന്ന് പറയുമ്പോ എന്തോന്ന് കണ്ടിട്ട് നമ്മുടെ സോമു തരിച്ചു നിൽക്കാണ്. അപ്പൊ വീറ് രാക്ഷസൻ വന്നല്ലേ, രാക്ഷസൻ സാറേ നമ്മൾ നടത്ത ഡീലിംഗില് ഓക്കെ അല്ലേ? പെട്ടെന്ന് ഭയന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ആരുമില്ല. അല്ല സോമു നീ ആ ഭാര്യ നോക്കിയേ, അത് കുറച്ചു നാളായിട്ട് ഞാൻ ഒറ്റക്കല്ലേ കോട്ടയില്, അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ സ്റ്റക്കായി പോകും. അപ്പോഴാണ് സോമു പറയുന്നത്, ഈ ഒരു കല്ലില്ലേ ഇത് ഈ കോട്ടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ ഇത് വന്നൊരു വഴി ഉണ്ടാവില്ലേ, അപ്പൊ ആ വഴിയിലൂടെ പോകാൻ പറ്റുമായിരിക്കും. അപ്പൊ വീറ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കല്ലൊന്ന് തള്ളി കൊണ്ടുപോയേക്കാം, ഏത് ഗ്യാപ്പിലൂടെ പോകാൻ നോക്കാലോ. അങ്ങനെ രണ്ടുപേരും ആ കല്ല് തള്ളാൻ നോക്കുമ്പോ കുറേയധികം വവ്വാലുകളില്ലേ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് നോക്കുമ്പോ ഒരു തീക്കനൽ വന്ന് വീഴുന്നേ. ഭയന്ന് നോക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് നിന്ന് ഒരു തീയിൽ പൊതിഞ്ഞ രാക്ഷസൻ ചാടി അങ്ങോട്ട് വരുന്നേ. ആ രൂപം കണ്ടപ്പോ സോമു പറയുന്നുണ്ട്, ഡാഗോപ്പെ 10 ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇതുവരെ രൂപത്തിനെ കണ്ടിട്ടില്ല, നീയല്ലേ ഇതിനെ കൂട്ടിയിട്ട് വന്നേ, എന്നെ കൊല്ലാൻ കൊണ്ടുവന്നിയാ? അപ്പോ ആ ഒരു രാക്ഷസനില്ലേ കുറേയധികം കല്ലുകളൊക്കെ എടുത്തിട്ട് അവരെ നേരെ കെറിയാണ്. എന്നിട്ട് അലറി വിളിച്ചുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോ അവരെങ്ങനെയോ ഒരു ഭാഗത്തുള്ള ഗുഹയുടെ ഉള്ളിൽ പോയി വിളിക്കുകയാണ്. പെട്ടെന്ന് എല്ലാ ലൈറ്റും ഓഫായിട്ട് ഇരുട്ടായി പോവാണ്. അവരുടെ പെട്ടുപോയപ്പോ അതേ സമയത്ത് നമ്മുടെ സുബ്ബു ആണെങ്കിൽ തന്റെ അച്ഛനോട്, അച്ഛൻ അറിയുന്നതല്ലേ എനിക്ക് വീരന് ഇഷ്ടാന്ന്, അച്ഛാ എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്, ഒറ്റ പ്രാവശ്യം ഇതൊന്ന് നോക്ക്. അവനോട് പോയിട്ട് നീയും ചാവാനാ, നീ കാണിക്കുന്ന ഒന്നും എനിക്കിപ്പോ കാണാൻ താല്പര്യമില്ല. അതേ സമയത്ത് നമ്മുടെ സോമുല്ലേ ആ കോട്ടയുടെ ഉള്ളില് ഒരു പന്തം കത്തിക്കുമ്പോ അവിടെ ഏതോ ഒരാളുടെ എല്ലുകൂടെ കണ്ടിട്ട് നമ്മുടെ വീരു തരിച്ചു പോകുമ്പോ, അല്ല സോമു നിനക്ക് പേടിയൊന്നുമില്ല, കഴിഞ്ഞ 10-12 ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയാ കാണുന്നേ, 2-3 പ്രാവശ്യം പേടിച്ചാ പോരെ. അപ്പോഴാണ് അവര് ചുമരിലായിട്ട് എന്തോന്ന് എഴുതി വെച്ച കാണുന്നേ, ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, ആ രാക്ഷസനെ ഇല്ലാതെയാക്കുക
എന്നത് മാത്രമാണെന്നാണ് അവിടെ കുറിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് അത് ആരാ എഴുതിയെന്ന് കാണുന്നത്. ആ ഒരു ചെറിയ കുഞ്ഞിനെ രാക്ഷസിൽ നിന്ന് രക്ഷപ്പെടുത്താനേ ഒരു രാജാവ് ശ്രമിച്ചിരുന്നില്ലേ, അങ്ങേര് അതിനുള്ള വഴി അവസാനം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ നാടിനെ രക്ഷിക്കാൻ ആ ഒരു വഴി ആ കോട്ടയിൽ തന്നെ അദ്ദേഹം മരണത്തിന് മുൻപ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവന് ശക്തി കൊണ്ട് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല, എന്നാൽ ഏതൊരു രാക്ഷസനായിക്കോട്ടെ തിന്മയുള്ള ശക്തി ആയിക്കോട്ടെ അതിനൊരു വേക്ക് പോയിന്റ് ഉണ്ടാവും. അപ്പോ ആ വേക്ക് പോയിന്റ് എന്താന്ന് വെച്ചാല് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് മന്ത്രിച്ച് ചടങ്ങ് ചെയ്തിട്ടുള്ള 2 കത്തികളുണ്ട്. അതവന്റെ മുതുകിൽ കുത്തിയിറക്കുക. എന്നാല് അതിനു മുൻപ് അവനെ ബലഹീനമാക്കാന് ശക്തി കുറയ്ക്കാന് പൂജിച്ചു വെച്ചിട്ടുള്ള മന്ത്രപ്പൊടി അവന്റെ ശരീരത്തിലേക്ക് വിതറുക. അങ്ങനെ നമ്മുടെ രാജാവില്ലേ ആ രാക്ഷസനെ ഇല്ലാതാക്കാനുള്ള വഴി കണ്ടെത്തിയിട്ട് കോട്ടയിലേക്ക് പ്രവേശിക്കാനുള്ള 2ാമത്തെ വഴിയും കണ്ടെത്തി. അപ്പോഴാണ് സേനാപതി പറയുന്നത്, ഞാൻ ആ രാക്ഷസനെ മറ്റൊരു രൂപത്തിലാ ആ കോട്ടയിൽ കണ്ടേ. അങ്ങനെ ആ ഒരു സൈന്യം മുഴുവനായിട്ട് പിൻവാതിലൂടെ കോട്ടയിൽ കയറിയിട്ട് ആ രാക്ഷസനെ ആക്രമിക്കാൻ നോക്കുമ്പോ അവനിപ്പോ മനുഷ്യ രൂപത്തിലാണ്, തീ ജ്വലിക്കാതെ. എന്നാല് അവന്റെ ശക്തിക്ക് ഒരു കുറവുമില്ല. വലിയ ദണ്ട് വെച്ച് ഓരോ സൈനികരെയും അവൻ അടിച്ചു തെറിപ്പിക്കുകയാണ്. എന്നാല് അതിനിടയില് പതിയെ പതിയെ രാക്ഷസന്റെ മേലേക്ക് മന്ത്രിച്ചു വെച്ച ആ ഒരു പൊടി അവർ വിതറിയിരുന്നു. അങ്ങനെ അതിന്റെ ശക്തി മെല്ലെ കുറഞ്ഞു തുടങ്ങിയപ്പോ നമ്മുടെ മഹാരാജാവ് പാഞ്ഞു പോയിട്ട് ആ 2 കത്തികളില് ഒരു കത്തി രാക്ഷസന്റെ മുതുകിൽ കുത്തിയിറക്കി. എന്നാല് മറ്റേത് കുത്തുന്നതിന് മുൻപ് അവൻ കൊതറി തെറിപ്പിച്ച് മനുഷ്യരൂപത്തിൽ നിന്ന് രാക്ഷസ രൂപത്തിലേക്ക് മാറുകയാണ്. അവസാനം വീണ്ടും മുഴുവൻ ശക്തി നേടിയ ആ രാക്ഷസൻ ആ മഹാരാജാവിനെ അവിടെ വെച്ച് തന്നെ കൊന്നു കളയാണ്. ഈ കാഴ്ചയൊക്കെ മറിഞ്ഞു നിന്ന് കണ്ട നമ്മുടെ സേനാപതിയില്ലേ, അദ്ദേഹം അന്ന് ആ രാക്ഷസന്റെ മുതുകിൽ നിന്ന് തെറിച്ചുപോയ ഒരു കത്തിയില്ലേ അത് രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ രാക്ഷസനെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടതെന്നുള്ള വഴിയും ചുമരില് എഴുതി വെച്ചതാണ്. എന്നാല് നമ്മുടെ ഹീറോ വീരു ആണെങ്കിലേ ആ കത്തി കണ്ടുപിടിച്ചിട്ട് രാക്ഷസന്റെ മുന്നിലേക്ക് പോവാനാ. ചത്താലും നമുക്ക് പോകാൻ പറ്റൂലട്ടാ, വേറെ വല്ല വഴിയും ഇവിടുന്ന് രക്ഷപ്പെടാനുണ്ടോ എന്ന് നോക്കാം. അതേ സമയത്ത് നമ്മുടെ സുബുവിന്റെ അച്ഛനല്ലേ തന്റെ മകനോട് ഞാനൊന്ന് പുറത്തു പോവുക, എന്റെ ചേച്ചിയെ സൂക്ഷിച്ചു എന്ന് പറയുമ്പോ അവനാണെങ്കിൽ അച്ഛൻ പുറത്തിറങ്ങിയപ്പോ തന്നെ ചേച്ചിയെ പൂട്ടി വെച്ച വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ അവള് നേരെ ഓടി ആ ഒരു കോട്ടയുടെ അരികിലെത്തിയപ്പോ പെട്ടെന്ന് ആരോ പിന്നിലൊന്ന് നിൽക്കാണ്. വിറച്ചു നോക്കുമ്പോ അത് നമ്മുടെ ബാലുവാണ്. അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് കോട്ടയുടെ ഉള്ളിലേക്ക് പോവാന് ധൈര്യമില്ല, എന്നാല് വീരുവിന് ഒറ്റക്ക് വിട്ട് പോകാനുള്ള മനസ്സുമില്ല. അപ്പോഴാണ് സുബ് പറയുന്നത് നമുക്ക് ഈ കോട്ടയിലേക്ക് കയറാന് മറ്റൊരു വഴിയുണ്ട്. അപ്പോഴാണ് വീരുവിനോട് നമ്മുടെ കള്ളം പറയുന്നത് ആ ഒരു പടനായകൻ ഈ കോട്ടയിൽ നിന്ന് പുറത്തു പോകാനുള്ള മാപ്പ് അയാളുടെ ലോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്, എന്നാൽ അത് തുറക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ വീരു ആണെങ്കിൽ അത് വാങ്ങിയിട്ട് കല്ല് വെച്ചെറിഞ്ഞ് ഓപ്പൺ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ കള്ളൻ സോപം പറയുന്നത് എന്റെ ഗേൾഫ്രണ്ട് അവളെ കാണുന്നില്ല. എവിടെ? ഈ കോട്ടയിൽ ഗേൾഫ്രണ്ടാ? ആന്ന്, ഞാൻ വന്നിട്ട് 10 ദിവസമായില്ലേ, എനിക്ക് ഗേൾഫ്രണ്ടിനെ കാണാൻ തുടങ്ങി. വീരു നീ പേടിക്കണ്ടേട്ടാ, 2 ദിവസം കഴിയുമ്പോ നിനക്കും കണ്ടു തുടങ്ങും. അപ്പൊ വീരു ആണെങ്കിൽ എനിക്കൊരു ഗേൾഫ്രണ്ട് വേണ്ട, എനിക്കിപ്പോ തന്നെ എന്റെ സുബു ഉണ്ട്, അവള് മതി. അപ്പോഴാണ് അവരുടെ പിന്നിലൂടെ ഇവരെ കാണാതെ സുബുവും നമ്മുടെ ബാലുവും മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ സോപം ചോദിക്കുന്നുണ്ട്, നീ ആ അയ്യര് ചാരിയുടെ മോള് സുബുവിനെയാ പ്രണയിക്കുന്നത്? എന്നാൽ അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ ഒരു ചെലന്തി വലയില്ലേ അതും നീക്കിയിട്ട് നമ്മുടെ സുബു അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് വീരു എന്ന് വിളിക്കുമ്പോ നീ എന്നെ തേടി കോട്ടയിലേക്ക് വന്നതാ? ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവുമ്പോ എങ്ങനെയാ നിന്നെ വിട്ടിട്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റുക? അപ്പൊ നമ്മുടെ വീരു ആണെങ്കിലേ അവന്റെ ലവ് പറയുമ്പോ സുബുവും അക്സെപ്റ്റ് ചെയ്യാണ്. നമുക്ക് 2 പേർക്കും വേഗം കോട്ടയിൽ നിന്ന് പുറത്തു പോയിട്ട് കല്യാണം കഴിച്ചാല? വീരു ആണെങ്കിൽ അതിനെന്താ ഇപ്പൊ തന്നെ പോവാല? അപ്പോഴാണ് പിന്നിൽ നിന്ന് അളിയാന്ന് വിളിക്കുന്നത്. അപ്പൊ വീരു ആ നീയും വന്നിട്ടുണ്ടാ? സുബ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞുള്ളൂ പറയുമ്പോഴാണ് നമ്മുടെ ബാലുവിന്റെ അരികില് മറ്റൊരു സുബുവിനെ കാണുന്നേ. അപ്പൊ വീരു സുബു ഇയാ? അപ്പൊ പിന്നിൽ ആരാന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ബേക്കിലുണ്ടായിരുന്ന സുബുവിന്റെ രൂപം മാറിയിട്ട് രാക്ഷസന്റെ രൂപമാവുന്നത്. രാക്ഷസനാണെങ്കിൽ നമ്മുടെ വീറിന്റെ കൈ പിടിച്ചിട്ടില്ലേ ഭയങ്കര ആഗ്രഹത്തില് ലവ് പറയാൻ പോയതല്ലേ. അപ്പൊ സോവനാണെങ്കിൽ ഇപ്പോ നിങ്ങൾ കല്യാണം കഴിച്ചോട്ടാ. അപ്പൊ വീരു ബാലു സുബുവിനെ രക്ഷിക്ക്. അങ്ങനെ അവരെല്ലാരും കൂടി രാക്ഷസന്റെ കയ്യിൽ നിന്ന് വീരുവിനെ വിടിയിക്കാൻ പിടിച്ചു വലിക്കാൻ നോക്കുമ്പോ നമ്മുടെ സോബനില്ലേ ഒരു കയർ അങ്ങോട്ട് തട്ടിയിടുകയാണ്. അത് ആ രാക്ഷസന്റെ മേത് തട്ടിയപ്പോ പെട്ടെന്ന് അത് പിന്നോട്ട് വലിയുന്നുണ്ട്. ജസ്റ്റ് കൈവിട്ടപ്പോ തന്നെ അവരവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അപ്പോഴാണ് പേടിച്ച് ബാലു ചോദിക്കുന്നത്, അല്ലടാ അതെന്താ രാക്ഷസനാണ്? അപ്പൊ സുബു അത് രാക്ഷസനല്ല, പ്രേത പിശാചാണ്. അതിനെ ആരെങ്കിലും ഇഷ്ടം തോന്നിയാലേ അതിനെ വശീകരിച്ച് കൊണ്ടുപോയിട്ട് അത് ബലി അർപ്പിച്ചാളെ. അവിടെ ഉണ്ടായിരുന്നത് മന്ത്രിച്ച ഒരു കയറായിരുന്നു, അതുകൊണ്ടാണ് അത് താണ്ടി ഇപ്പുറത്തേക്ക് അതിന് വരാൻ പറ്റാതായി പോയെ. എന്നാലും സുബു അല്ല എന്തിനായിരിക്കും അത് എന്റെ രൂപപ്പെടുത്തിട്ടുണ്ടാവുക? അപ്പൊ വീരു അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞതൊന്നും കേട്ടില്ല അല്ലേ? ഇല്ല, നീ എന്താ പറഞ്ഞേ? അപ്പൊ പതിയെ വീരു അവന്റെ ലവ് പറയാൻ നോക്കുമ്പോ ബാലു ആണെങ്കിൽ അളിയ നമുക്കതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാട്ടാ, ഇപ്പൊ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോവാന്ന്. അപ്പോഴാണ് സുബു പറയുന്നത് അതിന് ആ മന്ത്രിച്ച് 2 കത്തി കണ്ടുപിടിക്കണം, അത് അവന്റെ മുതുകിൽ കുത്തിയിറക്കണം. അപ്പൊ സോപനാണെങ്കിൽ അതൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലായതാ, ഒന്ന് ഇപ്പൊ രാക്ഷസന്റെ പുറത്തുണ്ട്, ഇനി മറ്റൊന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴാണ് വീര് പറയുന്നത് അതിന് ഈ ഒരു ലോക്കറ്റ് ഓപ്പൺ ചെയ്താല് എന്തെങ്കിലും വഴി കിട്ടും, പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് സൂര്യൻ ഉദിക്കുന്ന സമയത്തെ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അതിന് ഒരു ചെറിയ പാറ്റേൺ ഉണ്ട്,
അവരെ പാറ്റേൺ ചെയ്യുമ്പോൾ ഇന്ന് സൂര്യഗ്രഹണമായതുകൊണ്ട് അത് വർക്കാവുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ നമ്മുടെ വീരു ഒന്ന് ശ്രമിച്ചപ്പോ എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. സുബുവിന് കൊടുക്കുമ്പോ സുബു അത് പാറ്റേൺ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലെ മാപ്പ് എടുക്കുകയാണ്. ആ ഒരു മാപ്പില് അവരെവിടെയുള്ളതെന്നും ആ ഒരു രണ്ടാമത്തെ കത്തി എവിടെയുള്ളതെന്നും കറക്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവര് പതിയെ ആ ഒരു മാപ്പ് ഫോളോ ചെയ്ത് പോകുമ്പോ ഒരു വാതിൽ കാണുന്നുണ്ട്. പക്ഷെ അത് ലോക്ക് ചെയ്തിട്ടാണല്ലേ. അവിടെ നിന്ന് എങ്ങോട്ടാണ് തിരിയേണ്ടത് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ സോപനില്ലേ ആ മാപ്പ് പിടിച്ചു വലിക്കുന്നത്. അപ്പൊ അത് 2 പീസായി പോവാണ്. അപ്പോഴാണ് നമ്മുടെ വീരുവിന് മനസ്സിലാവുന്നത് ആ ഒരു വാതിലിന്റെ 2 ഭാഗത്തായിട്ട് 2 കയറുണ്ട്. അപ്പോ ആ പടനായകൻ കണ്ടത് അവസാനം നമ്മുടെ രാജാവ് ആ കയറ് വലിക്കാൻ നോക്കിയപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഇവരിപ്പോ 4 പേരില്ലേ നല്ല ശക്തിയില് ആ കയറ് പിടിച്ച് വലിച്ചാലേ അവർക്ക് ആ വാതില് തുറന്ന് ആ കത്തി എടുക്കാൻ പറ്റും. ഇനി എങ്ങാനും അവര് വലിക്കുമ്പോ കയറ് മുറിഞ്ഞു പോയാല് 4 ആളുകളും തീരുകയും ചെയ്യും. അങ്ങനെ സുബുവും വീറും കൂടി ഒരു ഭാഗത്ത് കയറ് തേടാൻ പോവാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സോപനും ബാലുവും തേടാൻ പോകുമ്പോ പെട്ടെന്ന് ബാലു സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോ അത് കണ്ട് ഭയന്ന സോപനോട് നീ പേടിച്ചില്ലേ, നിന്റെ ഭാര്യ ആരാന്നറിയാ, ഞാൻ പ്രണയിച്ച പെണ്ണ. അപ്പൊ സോപനാണെങ്കിൽ നിനക്ക് അവളെ കെട്ടിയാ പോരായിരുന്നോ. അപ്പോഴാണ് പെട്ടെന്ന് സോപൻ സ്റ്റക്കാവുന്നത്. നോക്കുമ്പോ ബാലുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു പെണ്ണ് പ്രേത പിശാചില്ലേ അത് വന്ന് നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോ സുബുവിനോട് സുബു നിനക്ക് എങ്ങനത്തെ പയ്യനെ കല്യാണം കഴിക്കണമെന്നോ, അത് ഒരു സൂപ്പർ ഹീറോ പോലെ എല്ലാ ആളുകൾക്കും നല്ല മതിപ്പുള്ള ഒരാള്. അപ്പൊ വീരുവാണെങ്കിൽ അമേരിക്കയിലുണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് എന്തിനാ നാട്ടിലേക്ക് വന്നേ, എല്ലാ പ്രശ്നങ്ങളും എന്നെ ചുറ്റി വളച്ച് ഈ ഒരു കോട്ടയില് നമ്മള് രണ്ടുപേരും എന്തിനെത്തിച്ച്. സുബു നീ കരുതുന്ന സൂപ്പർ ഹീറോ ഞാനല്ലേ. അപ്പോഴാണ് നമ്മുടെ ബാലുവില്ലേ മന്ത്രിച്ച ആ ഒരു കയറിന്റെ ഭാഗത്ത് മറ്റൊരു കയറ് കാണുന്നേ. അപ്പൊ ചിലപ്പോ ഇവരെ തേടി വന്ന കയറ് അത് തന്നെ ആയിരിക്കും അവർക്ക് തോന്നുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ സുബുവും വീരുവും പതിയെ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ വീര് പറയുന്നുണ്ട് ആ ഭാഗത്ത് പോ, ശരിക്കും സൂക്ഷിച്ചു പോണട്ടെന്ന് പറഞ്ഞു തീർന്നില്ല. അവനേതോ ട്രാപ്പിൽ കാലുവെക്കാണ്. അങ്ങനെ 2 പേരും ഒരു വലയില് തൂങ്ങി ആടുകയാണ്. അപ്പൊ സുബു സന്തോഷായില്ലേ, ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുക. അപ്പോഴാണ് വീര് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്താലോ, ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടി നോക്കാം. അപ്പൊ അതിന് മുകളിലായിട്ട് വാതിൽ തുറക്കാനുള്ള ആ കയറിന്റെ ലിവർ അവർ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ സോപനും ബാലുവില്ലേ അവരും ആ കയറ് പിടിച്ചു വലിച്ച് അതിന്റെ മുകളിലെ ലിവർ തട്ടുകയാണ്. ഒരേ സമയത്ത് തട്ടിയപ്പോ തന്നെ ആ വാതില് ഭാഗ്യത്തിന് തുറക്കുന്നുണ്ട്. ആ കോട്ടയുടെ ഉള്ളിലെ ബ്യൂട്ടി കണ്ട് അവരോരോരുത്തരും തരിച്ചു വെക്കുമ്പോ വീര് പറയുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ആ രാക്ഷസനെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ എല്ലാം തീർന്ന്. സൗന്ദര്യം കണ്ടെക്കാതെ വേഗം ആ ഒരു കത്തി കണ്ടുപിടിക്കാൻ നോക്ക്, ഇനി വെറും 20 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അവര് അരിച്ച് പെറുക്കി നോക്കുമ്പോഴാണ് നമ്മുടെ ബാലു എന്തോ കിട്ടിയെന്ന് പറയുന്നത്. നല്ല രസമുള്ള പൊടിയാലേ. അപ്പോഴാണ് സുബു വന്ന് നോക്കിയിട്ട് പറയുന്നത് ഇത് സാധാരണ പൊടിയല്ല, ഇതാണ് ആ രാജാവ് പറഞ്ഞ മന്ത്രിച്ചിട്ടുള്ള പൊടി. ആ രാക്ഷസന്റെ മേലെ നമ്മളിത് വിതറണം. പകുതി ദൂരം നമ്മൾ താണ്ടി ഇനി കത്തി കണ്ടുപിടിക്കുക. അപ്പോഴാണ് ബാലു പറയുന്നത് വീരു നീ കാരണം നമ്മളൊക്കെ തീരാൻ പോവാട്ടാ. അപ്പൊ കാലിപ്പ് വന്ന വീരു ഈ സമയത്ത് നിന്റെ എറിയാന് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് എന്തോന്ന് പിടിച്ചു വലിച്ചപ്പോഴാണ് കയ്യില് ആ മന്ത്ര കത്തി കാണുന്നേ. കത്തി കൈ കിട്ടിയത് രാക്ഷസൻ അറിഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോ ബാലു ഈ ചെറിയ കത്തി വെച്ചാ അത്രയും വലിയ രാക്ഷസനെ ഇല്ലാതാക്കാൻ പോകുന്ന കത്തി മാറിപ്പോയാ. അപ്പൊ സുബു ഞാൻ എന്റെ അച്ഛന്റെ ഒരു ഓല ചിമിഴ് എടുത്തിട്ട് വന്നിട്ടുണ്ട്, ഇത് തന്നെയാണോ കത്തിയെന്ന് നമുക്ക് ശരിക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ സുബു ഇതേ കത്തി തന്നെയാ, വലുപ്പത്തിലല്ല വളരെ ശക്തിയുള്ളതാ. 10 മിനിറ്റിനുള്ളില് നമ്മളെ കത്തി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതിന്റെ ശക്തി ഉണ്ടാവില്ല. അപ്പൊ വീരുവില്ലേ ആ ഒരു പൊടി എടുത്തിട്ട് വന്നിട്ട് സോപന്റെ കൈ കൊടുത്ത് ഈ പൊടി നീ വെതറ്, എന്നിട്ട് ബാലുവിന്റെ കയ്യില് ഈ കത്തി കൊണ്ട് നീ കുത്തിക്കോ. ഐഡിയ ഒക്കെ ഞാനല്ല തന്നെ, അതായത് ആർക്കും ധൈര്യമില്ല. അപ്പൊ വീരുവില്ലേ ആ കത്തി സുബുവിന്റെ കൊടുക്കാണ്. അങ്ങനെ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുമ്പോ അവസാനം ആ രാക്ഷസനിലെ അവരുള്ള സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. കാല് പിടിച്ച് ഓരോ തൂണും ഇടിച്ചു തെറിപ്പിക്കുമ്പോ അവര് പേടിച്ച് വീണ് കിടക്കുന്ന തൂണിന്റെ പിന്നിൽ ഒളിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിലെ ഒരു കുന്തം വെച്ച് അതിനെ കുത്താൻ നോക്കുന്നേ. അപ്പൊ ഹീറോയെ ആ കുന്തത്തില് ഷോൾഡറിൽ കുടുക്കിയിട്ട് രാക്ഷസൻ ചുറ്റി കറക്കുകയാണ്. അതേ സമയത്ത് ബാലുവില്ലേ ആ ഒരു പൊടി ഒരു തുണിയിൽ കെട്ടിയിട്ട് അതിന്റെ മേലെ കയറിയാൻ നോക്കുമ്പോ അത് മുകളിൽ കുടുങ്ങിപ്പോവാണ്. അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും അത് താഴെ ഇറക്കാൻ നോക്കുമ്പോ നമ്മുടെ വീര് പറയുന്നുണ്ട് എടാ ഒന്ന് വേഗം ചെയ്യടാ. അപ്പോഴാണ് വീരുവിനെ രക്ഷിക്കാന് സുബു രാക്ഷസന് മുമ്പിലേക്ക് ചാടുന്നേ. അപ്പൊ രാക്ഷസൻ അവളെ തട്ടി തെറിപ്പിക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് ആ ഒരു പൗഡർ എടുക്കാൻ നോക്കിയപ്പോ അത് മുഴുവൻ നമ്മുടെ സോപന്റെ തലയിൽ വീഴുന്നത്. നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോ ആ രാക്ഷസനില്ലേ സുബുവിന്റെ നേരേക്ക് വരികയാണ്. അപ്പോ അവളവിടെ വീണു പോയപ്പോ അവളുടെ കാലില് എന്തോന്ന് തടഞ്ഞിട്ട് ചിലങ്ക കുലുങ്ങുന്ന പോലെ ശബ്ദം കേൾക്കാണ്. അപ്പോ ആ രാക്ഷസനില്ലേ ഇത്രയും നേരം സുബുവിന് അക്കറയ്ക്ക് വന്നിട്ട് പെട്ടെന്ന് താഴെയുള്ള ആ ഒരു കളിപ്പാട്ടം പോലെ എന്തിലും ഒന്നിൽ തന്നെ നോക്കുകയാണ്. അപ്പോ ആ കാഴ്ചന്റെ വീരുവിന് രാക്ഷസന്റെ ശ്രദ്ധ മാറി ഉറപ്പായപ്പോ ഈ ഒരു ഗ്യാപ്പിൽ ഈ കത്തി വെച്ച് കുത്തിയിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും അവസരം കിട്ടില്ല. അങ്ങനെ ആ ഒരു കത്തിയെടുത്ത് അതിനെ കുത്താന് പാഞ്ഞു വരുമ്പോ അതിന്റെ പുറത്ത് ആഞ്ഞു കുത്തിയിട്ടും ഒന്നും ആവാതെ നമ്മുടെ വീരുവിനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോ അതിന് വല്ലാതെ ദേഷ്യം വന്നിട്ട് ആ തീ കൈയുമായിട്ട് അവർ ഓരോരുത്തരെയും ഭസ്മമാക്കാൻ വരുമ്പോ നമ്മുടെ വീരുവില്ലേ ഒരു ചെറിയ ചിലങ്ക പോലെ കളിപ്പാട്ടെടുത്ത് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോ ആ രാക്ഷസനിലെ ഒരു കുഞ്ഞിനെ പോലെ മാറുകയാണ്.
അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ കുട്ടിയായിരുന്നില്ലേ ബലി കൊടുക്കാന് അവരാ കോട്ടയിൽ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോ കുറേയധികം മനുഷ്യരെ ആ രാക്ഷസൻ കൊന്നിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ അരികിലേക്ക് വരുമ്പോ അതിന്റെ ചിരിയും കളിയും കാണുമ്പോ രാക്ഷസനെ ഒന്നും ആ കുഞ്ഞിനെ ചെയ്യാൻ തോന്നുന്നില്ല. അതുമല്ല ആ ഒരു കുഞ്ഞില്ലേ രാക്ഷസന്റെ തീജ്വലിക്കുന്ന രൂപം കണ്ട് വല്ലാതെ പേടിക്കുമ്പോ മനുഷ്യരൂപത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ കല്ലായിരുന്ന രാക്ഷസന്റെ മനസ്സിലെ പതിയെ സ്നേഹത്തിന്റെ ഉറവ ഒഴുകാൻ തുടങ്ങാണ്. അങ്ങനെ ആ കുഞ്ഞിനെ ആ കോട്ടയിലെ പല സ്ഥലത്തു നിന്ന് പല പഴങ്ങളും കൊണ്ടു കൊടുക്കാണ്. ഒറ്റക്കായ രാക്ഷസനെ ഒരു കൂട്ടായിട്ട് ആ കുഞ്ഞും ആ കോട്ടയിൽ വളരാൻ തുടങ്ങാണ്. അങ്ങനെ ആ ഒരു കുഞ്ഞ് പതിയെ വളർന്നു തുടങ്ങിയപ്പോ അതൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് പാദസരം പോലെ മാല പോലെ ഓരോന്ന് ആ രാക്ഷസൻ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ആ രാക്ഷസനെ ആ കുഞ്ഞും അച്ഛ എന്നാ വിളിക്കുന്നത്. ഇനി ഒരിക്കലും തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പാടില്ലെന്ന് ആ രാക്ഷസൻ മനസ്സിൽ ഉറപ്പിച്ചപ്പോഴാണ് നമ്മുടെ രാജാവും സൈന്യവുമില്ലേ ആ കോട്ടയിലേക്ക് വരുന്നത്. അവര് ഒന്നും ചെയ്യാതെ രാക്ഷസൻ മാറി നിന്നപ്പോ അവരോരോരുത്തരും ഓരോ ഭാഗത്തേക്ക് ഇഷ്ടത്തിന് അമ്പ് ചെയ്യാണ്. എന്നാൽ ആ രാക്ഷസൻ ഓൾറെഡി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് കരുതിയ മനനെ തെറ്റിയില്ലേ. ആ അമ്പ് പോയിട്ട് വളർന്നു വലുതായ ആ ഒരു കുഞ്ഞിന്റെ മേത്താണ് പതിച്ചത്. തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയാലേ രാക്ഷസൻ പിന്നെ വെറുതെ വിടുവോ? അങ്ങനെ കോട്ടയിലേക്ക് വന്ന രാജാവിന്റെ സൈന്യത്തിലെ എല്ലാ ആളുകളെയും തീർത്ത് കളയാണ്. അങ്ങനെ രാക്ഷസനിൽ നിന്ന് ഒരു മനുഷ്യനായി മാറിയ ആ രാക്ഷസൻ വീണ്ടും മനുഷ്യനിൽ നിന്ന് രാക്ഷസനായിട്ട് തന്നെ മാറുകയാണ്. അതാണ് തന്റെ മകളുടെ ഓർമ്മ വന്നപ്പോ ആ രാക്ഷസന്റെ മനസ്സലിഞ്ഞത്. അപ്പോ ഹീറോയ്ക്ക് ഓൾറെഡി ഗ്രാമത്തിൽ എല്ലാരും പറഞ്ഞത് പാവം ഒരു ചെറിയ കുഞ്ഞാന്ന് പോലും നോക്കാതെ ബലി വാങ്ങിയ രാക്ഷസനാണ് കോട്ടയുടെ ഉള്ളിലുള്ളത് എന്നല്ല കേട്ടിരുന്നത്. എന്നാൽ ആ കോട്ടയുടെ പല ഭാഗത്തും ആ ഒരു കുഞ്ഞ് വളർന്നതിൻ്റെതും ചുമരിലെ പലതും എഴുതി കളിച്ചതിന്റെ ഒക്കെ ഓരോ അടയാളങ്ങള് ഹീറോ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ രാക്ഷസൻ ആ കുഞ്ഞിനെ കൊന്നിട്ടില്ലെങ്കിൽ അങ്ങനെ തേടിയപ്പോഴാണ് ആ കുഞ്ഞിന്റെ കാലിൽ കെട്ടിക്കൊടുത്ത ആ ഒരു പാദസരം കിട്ടുന്നതും അതുപോലെ ആ രാക്ഷസന്റെ പുറത്തേക്ക് അവൻ ചാടിയിരുന്നത് അവന്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു കത്തിയിലെ അത് ഊരാനായിരുന്നു. ആ ഒരു കത്തി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ രാക്ഷസന് മോക്ഷം കിട്ടാത്തതെന്ന് ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു. ഇനി ഒരിക്കലും ആ രാക്ഷസന്റെ ശല്യം ആ ഗ്രാമത്തിനോ ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ സമാധാനത്തില് കോട്ടയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഗ്രാമത്തിലെ ജനങ്ങൾ പറയുന്നുണ്ട്, ആ കോട്ടയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു വന്നല്ലേ, ഇനി ഗ്രാമത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താ, തിരിച്ചു കോട്ടയെ പോടാ. അപ്പോ എല്ലാരും പറയുന്നുണ്ട് ആ രാക്ഷസന്റെ ശല്യം ഇനി ആർക്കും ഉണ്ടാവില്ല. അപ്പൊ സോമുവിന്റെ ഭാര്യ ഓടി വന്നിട്ട് കോട്ടയിൽ നിന്ന് വല്ലതും കിട്ടിയാ അവിടുന്ന് രക്ഷപ്പെട്ടാലും ഇവളുടെ അടുത്തുനിന്ന് എനിക്ക് രക്ഷയില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ, മറ്റൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ കുറെ നിധിയുണ്ട്, നമുക്ക് മെല്ലെ പോയി എടുക്കാം. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ ഒരു വ്യത്യസ്തമായ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു കഥ? ഈ ഒരു കഥയും എന്റെ എഫേർട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഇതുവരെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യണേ. പിന്നെ കഴിഞ്ഞ കുറേയധികം ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അതിന്റെ കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. അതിന്റെ കൂടെ തന്നെ എന്റേതൊരു പഴയ വീടായിരുന്നു. അപ്പൊ അത് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ഞാൻ വേറൊരു വാടകയ്ക്ക് മാറി. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള മാറ്റും സാധനങ്ങൾ വെക്കലും പിന്നെ റൂം റെഡിയാക്കലും ഇവിടുത്തെ പഴയ കറണ്ടാണ് അത് റെഡിയാക്കലും അങ്ങനെ കുറേയധികം പണികളായിട്ട് ദിവസങ്ങൾ അങ്ങനെ പോയി. ഇതിന്റെ ഇടയിൽ ഒരു ഫുഡ് ഇൻഫെക്ഷൻ അടിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഓരോ നല്ല കമന്റുകളും അതുപോലെ പുതിയ നല്ല കഥകളും ഞാൻ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ പൂർവാധികം ശക്തിയോടെ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു വന്നിരിക്കും. അപ്പൊ നിങ്ങൾ കല്ലുപോലെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവില്ലേ? ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് നാളെ തന്നെ മറ്റൊരു അടിപൊളി മിസ്റ്ററി ത്രില്ലർ കഥയായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ഇതുപോലുള്ള കഥകൾ എന്നും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ TM ഫാമിലി.